നിങ്ങളുടെ പരാതിയുടെ വിഷയം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഉന്നയിച്ച ആവശ്യം പ്രായോഗികമല്ല. സാറിനെക്കുറിച്ച് നാട്ടുകാർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമുള്ളത്. അത് എൻ്റെയും കൂടി അഭിപ്രായമായതുകൊണ്ട് സാറിൻ്റെ മുമ്പിൽ ഞാൻ അല്പം സ്വാതന്ത്ര്യമെടുത്ത് സംസാരിച്ചോട്ടെ? ഷുവർ. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളൊരു പരാതിയായി സാറിത് കാണരുത്. കഴിഞ്ഞ 2 ആഴ്ചയായി ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും നടത്തിയ ഒരു രഹസ്യ സർവേയിൽ ഞെട്ടിക്കുന്ന ഒരുപാട് സത്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇവിടെയുള്ള ചില CD ഷോപ്പുകൾ, ഇന്റർനെറ്റ് കഫേകൾ, മൊബൈൽ ഷോപ്പുകൾ എന്നിവ വൻതോതിൽ അശ്ലീലതകൾ പ്രചരിപ്പിക്കുന്ന ഏജൻസികളായി പ്രവർത്തിക്കുന്നത് കാണുന്നു. UP തലം തൊട്ട് കോളേജ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇവരുടെ മുഖ്യ കസ്റ്റമേഴ്സ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ വശീകരിച്ച് പ്രകൃതിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മയക്കുമരുന്ന് കൈമാറ്റങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന റാക്കറ്റുകൾ ഇവിടെ സജീവമാണ്. സത്യസന്ധമായൊരു അന്വേഷണത്തിനും ശക്തമായ നടപടികൾക്കും സാറ് നേതൃത്വം നൽകുകയാണെങ്കിൽ ഒരുപാട് തെളിവുകൾ ഞാൻ ഹാജരാക്കാം. വേണമെങ്കിൽ 1ാം സാക്ഷിയായി കോടതിയിൽ ഹാജരാവാനും ഞാൻ തയ്യാറാണ്. സാർ, ആയിരക്കണക്കിന് രക്ഷിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് മക്കളെ പഠിക്കാനയക്കുന്നത്. പക്ഷേ അവിടെ തകർന്നു പോകുന്നത് രക്ഷിതാക്കളുടെ സ്വപ്നമല്ല, ഒരു രാജ്യത്തിന്റെ സ്വപ്നമാണ്, നമ്മുടെ ഇന്ത്യയുടെ പ്രതീക്ഷയാണ്. മിസ്റ്റർ റഹ്മത്തുള്ള, നിങ്ങളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങൾക്കറിയില്ല ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ. ആക്ഷൻ എടുക്കാൻ പോലീസുകാർ ചാടിപ്പുറപ്പെടും. പക്ഷെ വൈകാതെ തന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? രാഷ്ട്രീയം അവർ സമ്മതിക്കില്ല. സംസ്കാര സമ്പന്നരായ ഒരു സമൂഹം അവരുടെ അജണ്ടയിലില്ല. ഏതായാലും ഞാൻ ഈ വിഷയം വളരെ ഗൗരവത്തിലെടുക്കുന്നു. പക്ഷേ പെട്ടെന്നൊരു ആക്ഷൻ ഉണ്ടാവില്ല. കാരണം എനിക്കൊരു ബലം വേണം. അതിന് ഈ നാടിൻ്റെ പൾസൊന്നറിയണം. ഇനി എന്തെങ്കിലും? ഇല്ല സാർ, ഞങ്ങൾ പോകുന്നു. സാറിൻ്റെ മറുപടി എന്തായിരിക്കുമെന്നറിയാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവരെന്തിനും സാറിൻ്റെ കൂടെയുണ്ട്. താങ്ക്സ് ഫോർ യുവർ കോപ്പറേഷൻ. ഞാൻ അല്പം വൈകിപ്പോയി, സോറി. എന്നാൽ നമുക്ക് തുടങ്ങാം. ഇങ്ങനെ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഞാനൊരു പ്രത്യേക മേഖലയിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതിൽ പ്രധാനമായും എൻ്റെ സർക്കിളിലെ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും സന്ദർശിക്കലായിരുന്നു. ഒരു പോലീസ് ആക്ഷനും റെയ്ഡിൻ്റെ ഫോർമാലിറ്റിയും ഒന്നുമില്ലാതെ തികച്ചും സൗഹൃദപരമായ ഒരു ക്ലാസ് റൂം തെരച്ചിൽ നടത്തിയപ്പോൾ തന്നെ നമ്മുടെ മക്കൾ ചുമക്കുന്ന പുസ്തകക്കെട്ടിൽ ഒളിപ്പിച്ചു വെച്ച സാധനങ്ങൾ കണ്ട് ഒരു പോലീസ് ഓഫീസറായ ഞാൻ പോലും ഞെട്ടിപ്പോയി. വ്യാപകമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന അശ്ലീല CD-കൾ, വിലപിടിച്ച മൊബൈൽ ഫോണുകൾ, വിവിധ കമ്പനികളുടെ സിം കാർഡുകൾ, വ്യത്യസ്ത ബാങ്കുകളുടെ ATM കാർഡുകൾ, പെൻഡ്രൈവുകൾ, ചിപ്പുകൾ എന്നിവ മിക്ക കുട്ടികളുടെയും സ്കൂൾ ബാഗിൽ സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചതായി കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആരാണിതിന് ഉത്തരവാദികൾ? കുട്ടികൾക്ക് എവിടെ നിന്ന് ഇതെല്ലാം ലഭിക്കുന്നു? ഇതിൽ മുതിർന്നവർക്കുള്ള പങ്കെന്ത്? ഈ കുട്ടികൾക്കൊന്നും രക്ഷിതാക്കളില്ലെന്നാണോ? അധ്യാപകർ ഇതൊന്നും അറിയേണ്ടാത്തവരാണോ? നാളെ നമ്മുടെ നാട് ഈ തലമുറയുടെ കയ്യിലായിരിക്കും എത്തിപ്പെടുക. അന്ന് നമ്മളും നമ്മുടെ കുടുംബവും മാത്രം സുരക്ഷിതരായിരിക്കുമെന്ന് ആരും വിചാരിക്കരുത്. ഏതായാലും സ്കൂളുകൾക്ക് ഒരു ചീത്തപ്പേരുണ്ടാവാതിരിക്കാൻ വേണ്ടി പോലീസ് നടപടികളൊന്നും എടുത്തിട്ടില്ല. പക്ഷേ വിദ്യാർത്ഥികളെ കരുക്കളാക്കുന്ന ചില ഏജൻസികളും വ്യക്തികളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു പോലീസ് നടപടി കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല ഈ കുറ്റകൃത്യങ്ങൾ. ശക്തമായ ബോധവൽക്കരണമാണ് ആദ്യം വേണ്ടത്. വിദ്യാലയങ്ങളിൽ രക്ഷിതാക്കളുടെ, പ്രത്യേകിച്ചും അമ്മമാരുടെ യോഗം വിളിച്ചുകൂട്ടി ബോധവൽക്കരണം നടത്തണം. രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും സന്നദ്ധ സംഘടനകളും ഇത്തരം വിഷയങ്ങളിൽ കൂടി താല്പര്യമെടുക്കണം. ക്രിമിനൽസിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കാനല്ല, സ്റ്റേഷനിൽ എത്തിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കേണ്ടത്. സർ, ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? പോലീസ് ആക്ഷൻ എളുപ്പമാണ്. അറസ്റ്റ് നടന്നാ പോരല്ലോ. അവർക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന പോയിട്ട് കോടതിയിൽ ഹാജരാക്കുന്നവരെയെങ്കിലും സ്റ്റേഷനിൽ നിർത്താൻ നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന പലരും സമ്മതിക്കില്ല. സാർ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കണം. ഇതൊരു തർക്ക വിഷയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാർ എന്താണ് ഉദ്ദേശിക്കണത് എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനാണിപ്പ ഈ യോഗം വിളിച്ചു കൂട്ടിയത് എന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ കയ്യിലുള്ള ലിസ്റ്റിൽ
ഈ നാട്ടിലുള്ള പല പ്രമുഖരുടെയും മക്കളുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരുടെയും കുടുംബങ്ങളുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമുണ്ട്. നാട്ടിലെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുന്ന ബാധ്യത പോലീസിന് മാത്രമാണോ, അതോ എന്റെ മുമ്പിലിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക മതമേഖലയിലുള്ള ആളുകൾക്ക് കൂടി ഇതിന്റെ ഉത്തരവാദിത്തമുണ്ടോ എന്നറിയാനാണ് എല്ലാ മേഖലയിൽ നിന്നും ഓരോ പ്രതിനിധിയെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചത്. ഇനി നിങ്ങളുടെ നിലപാടെന്താണെന്നാണ് എനിക്കറിയേണ്ടത്. സാറ് നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങളൊക്കെ പിന്നാലെ ഉണ്ടാവും. ഇതുപോലെ പല വാഗ്ദാനങ്ങളും ഇതിനു മുമ്പും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇല്ല സർ, ഇത് വെറും വാഗ്ദാനമല്ല. ഇതിൽ ആർക്കും സ്വാർത്ഥ താല്പര്യങ്ങളില്ല. താങ്ക് യു ഫോർ യുവർ കോഓപ്പറേഷൻ. ആ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കേറി വരി, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നമുക്ക് ഇവിടെ ഇരിക്ക. ഇവിടെ ആകുമ്പോ കുറച്ച് കാറ്റും വെളിച്ചും ഒക്കെ കിട്ടുമല്ലോ. ഇരിക്കി. പ്രസിഡന്റ് പതിവില്ലാതെ വിളിപ്പിച്ചത് എന്തിനാന്ന് അറിയാനുള്ള ആകാംക്ഷയില ഞാനിപ്പം ഇങ്ങോട്ട് വന്നത്. നമ്മളെ നാട്ടിന്റെ അവസ്ഥ ഇപ്പൊ എന്താ കാളിയരെ? വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയാണ് ഇപ്പം ഉള്ളത്. ഒരുവിധം എല്ലാ വീട്ടിലും ഗൾഫുകാരുള്ളത് കൊണ്ട് വലിയൊരു പട്ടിണിയും കഷ്ടപ്പാടും ഇല്ല എന്നാ എനിക്ക് തോന്നുന്നത്. തീറ്റന്റെയും കുടിന്റെയും കാര്യം അല്ല ചോദിച്ചത്. മനസ്സിലായി. പ്രസിഡന്റ് ചോദിക്കണ അവസ്ഥേനെ പറ്റി ഒന്നും പറയാണ്ടിരിക്കണാവും നന്നാകുക. അത്രയ്ക്ക് നശിച്ചു പോയിട്ടുണ്ട് നമ്മുടെ നാട്, പ്രത്യേകിച്ച് യുവാക്കള്. സദാചാരബോധം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ഭ്രാന്തന്മാര്, അതാണ് പുതിയ തലമുറ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയല്ലേ? എന്നിട്ട് 5-8 കൊല്ലായി ഈ മഹലിന്റെ കാളിയായി നടന്നിട്ട് ഇങ്ങളെ തൊള്ളിന്ന് സമൂഹത്തിൽ സദാചാരബോധം ഉണ്ടാക്കുന്ന വർത്താനൊന്നും അധികം കേട്ടതായി ഓർക്കണില്ലല്ലോ. എന്താ പിന്നെ നിങ്ങളവിടുത്തെ പണി? 5 മിനിറ്റ് ഇമാമ് നിൽക്കലും ആഴ്ചയിലൊരു കുതുബ നടത്തലും അല്ലേ? അതോ ദീനിലെ വിധിവിലക്കുകൾ നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടോ? പ്രസിഡന്റെ, ഞാനൊരു ശമ്പളക്കാരനാ, കുട്ടികളും കുടുംബമുള്ള ഒരുത്തെ. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇമാമത്തും കുത്തുബയും നടത്തിയിട്ട് വേണം എനിക്ക് കഴിഞ്ഞു പോവാൻ. അതിലപ്പുറത്തെ വിഷയത്തിൽ ഇടപെട്ടാൽ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കും. എന്നെ ഇവിടെ നിയമിച്ച അതേ കമ്മിറ്റിക്കാർ തന്നെ. ഞാൻ പറയാൻ തുടങ്ങിയാലേ ഇവിടുത്തെ പ്രവാണിമാരുടെയും നേതാക്കന്മാരുടെയും തല കത്തും. ചില കമ്മിറ്റി മെമ്പർമാരുടെ ഉറക്കവും പോവും. പള്ളിയിലെ മുമ്പിലെ സഫിൽ വിസ്തരിച്ചിരുന്ന് പിന്നോട്ട് ഞെളിഞ്ഞു നോക്കണ ചില ആൾക്കാരുടെ കയ്യിലാ നമ്മുടെ ദീന്. ചില പ്രമാണിമാരുടെ മക്കള് കാട്ടി കൂട്ടണതൊക്കെ കഞ്ഞി കുടിക്കാൻ പകല്ലാത്ത ആൾക്കാരുടെ മക്കളും ഇപ്പൊ കാട്ടി തുടങ്ങി. ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്നത് കണ്ടില്ല എന്ന് നടിച്ച് പള്ളിയിൽ അങ്ങോട്ട് ഒതുങ്ങിയ നല്ല കാൽതിയായിട്ട് എനിക്ക് കഴിയാ. അധിക ആൾക്കാരും ചെയ്യണ പണി എതിർപ്പ് പേടിച്ച് മിണ്ടാതെക്കുക. പക്ഷേ പടച്ചോൻ നമ്മളെ പറ്റി പറഞ്ഞതെന്താ? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. ഇത് നിങ്ങൾ മറന്നുപോയ ഒരായത്ത. അർത്ഥറിയൂലേ? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. കൈകൊണ്ടും നാവ് കൊണ്ടും പേന കൊണ്ടും ഒക്കെ തിന്മ തടഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴേ ഖൈറ ഉമ്മത്താവൂ, ഇല്ലെങ്കിൽ സെറുമ്മത്താണാവുക. ആ പണിയാണ് ഖാലി എന്നുള്ള നിലക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും കാലിയാന്മാരുടെ മാത്രം ബാധ്യതയല്ല, ഓരോ വ്യക്തിയുടെയും ബാധ്യതയാ. ഇവിടെ എല്ലാ മതസംഘടനകളും ചെയ്യണത് ആ പണിയാ. മതസംഘടനകള് എനിക്ക് കേക്കണ്ട. 10-60 കൊല്ലായിട്ട് തർക്കം തീരാത്ത സാകാപരമായ മസലമ്മൽ കെട്ടിമറിയാനും പള്ളിൻ്റെയും മദ്രസൻ്റെയും അവകാശം സ്ഥാപിക്കാനും അതിൻ്റെ പേരിൽ ഇരുവിഭാഗങ്ങളായി സംഘട്ടനത്തിൽ ഏർപ്പെടാനും അങ്ങാടിൻ്റെ നടുവിൽ സ്റ്റേജ് കെട്ടി മറ്റുള്ളവരെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും റിക്രൂട്ട് ചെയ്യാനും അല്ലാതെ ഈ സമുദായത്തിനെ ഹൈറൂമ്മത്താക്കാൻ എന്ത് പണിയാണ് ഇവർ ചെയ്യണത്? നിങ്ങൾ പറയും. കാളിയർക്ക് അറിയോ, ഇന്നലത്തെ യോഗത്തില് സർക്കിൾ ഇൻസ്പെക്ടർ റിപ്പോർട്ട് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. സ്കൂൾ വിദ്യാർത്ഥികളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഇടയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ സമുദായത്തിന്റെ പങ്ക് ഒട്ടും പിന്നിലല്ല. ആരാണ് ഇതിന് ഉത്തരവാദികൾ? 13, 14, 15 വയസ്സ് വരെ നിർബന്ധമായും മതവിദ്യാഭ്യാസം നടത്തുന്ന സമുദായത്തിന്റെ അവസ്ഥയത്.
കാളിയര് പറയും ഇതൊക്കെ കണ്ടിട്ട് മുണ്ടാതെ നിൽക്കലാണോ നമ്മളെ പണി? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പ്രസിഡന്റ് പറഞ്ഞാ മതി. ഈ മഹലിന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കണം. അതിന്റെ പേരിൽ കാളി സ്ഥാനത്തുനിന്ന് നിങ്ങളെ പുറത്താക്കിയാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണി ഞാൻ തരാം. നാട്ടിലെ കള്ളുകുടിയന്മാരുടെയും മറ്റു തോന്നിവാസികളുടെയും ഒരു കാര്യത്തിനും കാളി എന്നുള്ള നിലക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കരുത്. ഏത് തമ്മാടിയാക്കും കല്യാണം നടത്തി കൊടുക്കാനും ദുആ ഇരക്കാനും മയ്യത്ത് നിസ്കരിക്കാനും കാളിയരെ കിട്ടൂല എന്നുള്ള അവസ്ഥ വരുമ്പോ കുറച്ചൊക്കെ മാറ്റം വരാതിരിക്കൂല.